ഹായ് 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 ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഓ ഗൈസ്, അപ്പം ഞങ്ങൾ ഗുവാഹട്ടിയിൽ നിന്നും കുറച്ച് ദൂരം ഒരു 10-30 കിലോമീറ്റർ ഇങ്ങനെ പോകുന്നേക്കണ്. ഇനി നമ്മൾ പോകുന്നത് തവാൻ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് എന്താ പണ്ട് പറയാം, ഷെയർഗോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്താ മെച്ചം കൂടം എന്ന് ചോദിച്ചാൽ പോയാൽ തന്നെ അറിയുള്ളൂ. ഓരോ റൂട്ട് നമ്മൾ നോക്കി പഠിച്ച് പോവാണ് അല്ലേ. നീ സാധാരണ എല്ലാവരും പോണ റൂട്ടാണല്ല. ഇവിടെ തന്നെ തണുപ്പുണ്ട് കണ്ടാ, ഇപ്പോഴും ഗ്ലാസ് മൂടി കെട്ടി തന്നെ കിടക്കണം. നല്ല തണുപ്പുണ്ടായിരുന്നു. അത് രാവിലെയൊക്കെ ആയപ്പോഴേക്ക് നല്ല തണുപ്പ്. ഞാൻ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറിയാം. ഞാനേ അതുവരെ ഞാൻ സ്ലീപ്പിംഗ് ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പുതപ്പുമ്പലിക്കേന്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറിയാണ്. അയാണ്ട് പോച്ചന് അയാൾ പോച്ചനല്ലായിരുന്നു സ്ലീപ്പിംഗ് ബാഗ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. ചായ ഒന്നും കുടിച്ചില്ല. ചായ ഒക്കെ ഉണ്ടാക്കണ്ടേ കുടിക്കണമെങ്കിൽ. നമ്മൾ വെള്ളം കിട്ടണം. വെള്ളം ഒരു കാനില്ലേ, ഏതായാലും ഞങ്ങൾ ഇറങ്ങുവാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ശരിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെ എന്താ പറയുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെടുക്കാം. അതിനത് പറ്റില്ലല്ലോ, ഇല്ലല്ലോ, നോക്കാം നമുക്ക്. അത് ഇവിടെ ഇങ്ങനെ നടുവ് കൂടെ നടുവ് കട്ട് ചെയ്താൽ ചിലപ്പോൾ പറ്റുണ്ടാവും. ഇല്ല, ഇങ്ങനെ കട്ട് ചെയ്താൽ പറ്റുണ്ടാവാം. നോക്കാം, പറ്റുന്ന ഞാൻ എടുക്കാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറ്റി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, മൊത്തത്തിൽ ഞങ്ങൾക്ക് വണ്ടിനൊന്ന് കഴുകണമെന്നുണ്ട്. കാരണം അത്രയും ചെളിയും പൊടിയാണ് വണ്ടിമേ. അല്ലേ, വണ്ടിൻ്റെ സൈഡൊക്കെ നല്ല ചളിയാണ്. പിന്നെ അവിടെ കാറ്റൊക്കെയാണ് കേട്ടോ. ഇറയൊക്കെയാൻ വേണ്ടി മറക്കരുത്. ഏറൊക്കെയാണ്, ഏറൊക്കെയുള്ള നിർബന്ധമാണ്. കാരണം ഈ വീലിലൊന്നും വലിയ പ്രശ്നമല്ല. ഫ്രണ്ടത്തെ 2 വീലിലും പിന്നെ ഇതിലൊക്കെ കുറച്ച് കുറവുള്ള മാതിരിയാണ്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് നോക്കണം. എന്നാ പോലെ ഏറടിക്കാം, കാറ്റില്ലേ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നൂടെ. ഏലും കമ്മിയാണ്. ജസ്റ്റ് വണ്ടിൻ്റെ കോലം കണ്ടിട്ടാണ് അല്ലേ. ഇതൊന്ന് ക്ലീനാക്കാൻ ഒരു പുഴ അല്ലെങ്കിൽ ഒരു വലിയൊരു ചെറിയൊരു അരുവി കിട്ടിയിരുന്നെങ്കിൽ ഉഷാറാക്കാമായിരുന്നു. ഒരു തുണിയിൽ വെള്ളം എടുത്താണ്ട് ആക്കി കൂടെ. നമ്മടുത്ത് അധികമുള്ള കുടിക്കാനുള്ള വെള്ളമല്ലേ. ഈ കുടിവെള്ളം എടുത്തിട്ട് ഇത് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം വെള്ളത്തിന് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്. ഈ വണ്ടിന്റെ ബാക്കിൽ കണ്ടെങ്കിൽ ഈ കൊട്ട കോഴിക്കോട്ടയാണതേ അല്ലേ. കോഴിക്കോട്ടയാണത്. കോഴികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവര് അതിലിട്ട് ചെയ്യും കൊണ്ടുപോകുക. അതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഓരോ കൊട്ടകളാണ്. റോഡ് കുറച്ച് മോശമാണ്. ആകെ കെട്ടക്കട്ടയാണത്. ആസാമിലെ സ്കൂളാണ് കേട്ടാ. ഇഷ്ടം പോലെ കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയൊരു സ്കൂളാണ് ആ കാണുന്നത്. 50 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മള് അരുണാചലിലേക്ക് കയറും. അരുണാചലിലേക്ക് കയറണമെങ്കിൽ നമ്മൾക്ക് ILP എടുക്കണം. ILP പെർമിറ്റ് എടുക്കണം. അപ്പോ ILP പെർമിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പരിപാടി എനിക്ക് സത്യത്തിൽ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ബോർഡറിൽ ചെന്നിട്ട്, അതായത് ആസാമിന്റെയും അരുണാചലിന്റെ ബോർഡറിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. ചോദിച്ചു നോക്കാം. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള എല്ലാ യാത്രകളും പോകുന്നത്. വണ്ടി അവിടെ എത്തിയുണ്ട്. നമ്മളെ കുറച്ച് ചിക്കൻ വാങ്ങാൻ കരുതി. നമ്മൾ കറി വെച്ച് ചിക്കൻ കൂട്ടിയിട്ട് കുറേ ആയി അല്ലേ. നമ്മൾ എന്താ പറയുക, 2 ദിവസം ഇച്ചായൻ്റെ കൂടെ ആയപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. വെള്ളതട ഇത് വെള്ളമില്ല അല്ലേ. ഇവിടെ ഉണ്ട്. എന്താ കിലോന് വില ആവാം, ചോദിച്ചു നോക്കാം. ചിക്കൻ വാങ്ങി. ചിക്കന് 1/2 കിലോന് 140 ഉറുപ്പ്യാണ് അല്ലേ. ചിക്കനൊക്കെ ഇവിടെ വില ഉണ്ട് കേട്ടോ. ഓ ഗായ്സ്, നമ്മൾക്ക് എവിടുന്നേലൊക്കെ ILP കിട്ടുമോ നോക്കിയപ്പോൾ ഇവിടെ കിട്ടുന്നില്ല. നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ അല്ലേ. ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വേണ്ടല്ലോ. അത് വേണ്ട. നമുക്ക് അവിടെ നിന്ന് ഞാൻ ഒരു എഴുതി തരുമോ വെച്ച് നോക്കാം. ILP ഈ ഒരു ബോർഡറിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇത് എന്താണ് ഉദയ്പൂരോ അതെന്തോ പറഞ്ഞിട്ട് ബോർഡറാണ് ഇവിടെ. ഇനി ഇത് ഭൂട്ടാന്റെ വണ്ടികൾ ഇവിടെ ധാരാളം ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതിലെ. കാരണം നമ്മളൊരു സൈഡ് ഭൂട്ടാനും ഒരു സൈഡ് ആസാമും ഒരു സൈഡ് അരുണാചലും ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ILPന്റെ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുവാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇത് ശരിക്ക് ഓൺലൈനില് നമ്മൾക്ക് എടുക്കാം. ഞാൻ എടുത്തില്ല. അല്ലാതെ വല്ലതും നടക്കും നോക്കാൻ വേണ്ടിയിട്ടാണ്. മലനിരകൾ
ഇനി ഒരു പുഴയെ കൂടെയാണ് പോവുക, റോഡൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. പോയെ കൂടെ? ആ ഇതല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു പുഴയെ കൂടെയാണ് പോവുക, റോഡൊന്നും ഇല്ലാന്നൊക്കെ കേട്ടിരുന്ന. ഇത് ഞങ്ങള് ഭൂട്ടാനിക്ക് ഇതിലങ്ങോട്ട് തിരിഞ്ഞ് 1/2 കിലോമീറ്റർ ഭൂട്ടാൻ, 1/2 കിലോമീറ്റർ ഉള്ളു അല്ലേ? ഭൂട്ടാന്റെ റോഡാണ് ഈ കാണുന്നത്. ഭൂട്ടാന്റെ അല്ല, ഇന്ത്യന്റെ റോഡ് തന്നെ, ഭൂട്ടാനിലേക്ക് പോകുന്ന റോഡ് അല്ലേ? നമ്മള് ഭൂട്ടാനിലേക്കല്ല, നമ്മൾ അരുണാചലിലേക്കാണ്. അരുണാചൽ പ്രദേശ്. അതണ്ട ഇതണ്ട അരുണാചലം ഞാൻ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടത്, അവിടെയാണ് ബോർഡർ ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു, രാവിലെ നേരം വരെ ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ കൂടിയും കുടിച്ചില്ല. അതെ, അപ്പോൾ ചായ കുടിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി ബോർഡറിലേക്ക് തന്നെ പോവുകയാണ്. അതിന്റെ അപ്പുറത്തുണ്ട്. അവിടെ എവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അവർ. അവിടെ എവിടെ ഉണ്ട് ഓൺലൈൻ സെൻറ്റർ, അപ്പോൾ അവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഒന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം, പക്ഷേ എങ്കിൽ ഇവിടെ എത്തിയപ്പോഴേക്ക് നെറ്റ്വർക്ക് കമ്മിയായി പോയി. ഇവിടെ നെറ്റും ഇല്ലേ. ഈ റോഡ് എവിടെ? അപ്പൊ നമ്മൾ അറിഞ്ഞു തരുന്ന കേട്ടാ, ആ പാലം നോക്കണ്ട. അല്ലാത്ത വരികളൊക്കെ റോഡ് സ്റ്റാർട്ടിങ്ങിന് കുറച്ച് മോശമാണ്, റോഡില്ല. സ്റ്റേറ്റ് ഹൈവേയാണിത്. എൻ്റെ മോനെ വണ്ടിൻ്റെ വന്ന സൗണ്ടാണ്. അല്ല ഈ റോഡ് നന്നാക്കി കൂടെ ആവോ? എന്നാണ് അല്ലേ? എത്ര ആൾക്കാർ പോണല്ലത്? ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. അവന്റെ മക്കളെ എത്ര നേരെ നമ്മൾ ഈ റോട്ടിങ്ങനെ പോകുന്ന, അപ്പൊ അതൊക്കെ പോകാനേ പറ്റണല്ലേ. ഒന്നുമില്ല, ആകെ പൊട്ടിയും കല്ലും മണ്ണും ചളിയും ഒക്കെ ഉണ്ട് ഇതിലെ. മഴക്കാലാണ് ഇതിലൊന്നും പോരാൻ നോക്കണ്ട. മലനിരകളിൽ നിന്നും മലനിരകളിലേക്കാണ് അല്ലേ. പിന്നെ ഈ കരുതിമാരിലെ ചൊറൊന്നുമില്ല, ഞങ്ങളങ്ങനെ കയറുവാണ് അല്ലെ. ഞങ്ങള് കയറി ILP ഞങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എടുത്തു. അത് ഞാൻ പറഞ്ഞുതരാം ILP അതിന് എടുക്കണ്ടേ. പക്ഷെങ്കിൽ ഈ ഒരു ബോർഡർ എന്ന് പറയുമ്പോ ഉദൽഗൂരി എന്ന് പറയുന്ന ബോർഡറാണ്. ഉദൽഗൂരി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഈ കണ്ടത് ഇവിടുത്തെ വീടുകളാണ് ഈ ബോർഡർ കയറിയിട്ട്. അപ്പൊ ഈ ബോർഡറിൽ തന്നെ ഒരു വീട്ടില് ഈ ഒരു മാഡം, ഇവിടെ ഒരു മാഡം ഉണ്ട്. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ, അവര് ചെറിയ സൈഡായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, പെർമിറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കും തന്നെ അവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടി പറ്റി. 300 രൂപയാണ്. അതായത് നമ്മൾക്ക് അതിനായിട്ട് വേണ്ട ഇതാണ് സാധനം. കണ്ടാ, ഇതില് അവന്റെ ഫോട്ടോ ഉണ്ടാവും, ഇതില് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതെന്താ സംഭവം ചോദിച്ചാല്, എന്തൊക്കെ നമുക്ക് വേണ്ട വെച്ചാല് നമ്മുടെ ആധാർ വേണം. 2 വഴി ഉണ്ടല്ലോടാ, പോവാ. കൺഫ്യൂഷൻ ആയല്ലോ. അതിലേ പോവാം. നമ്മൾക്ക് വേണ്ട എന്താ വെച്ചാല്, ഇതിപ്പം ILP എടുക്കുക എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് ഓൺലൈനായി എടുക്കാതെ ഇങ്ങോട്ട് പോരാൻ കാരണം ഇതിന്റെ ചൊറ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മനസ്സിലായത്തോളം വലിയ ചൊറ കാര്യമൊന്നുമില്ല. ഒരു 300 രൂപ ചെലവുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളുടെ ആധാറിന്റെ ഫോട്ടോ കോപ്പി മതി, ഒറിജിനലും വേണമെന്നൊന്നുമില്ല. ആധാറിന്റെ ഫോട്ടോ കോപ്പി, അതുപോലെ തന്നെ നമ്മളുടെ 2 ഫോട്ടോ. അതായത് എന്റെ ആധാറിന്റെ ഫോട്ടോ കോപ്പി, എന്റെ 2 ഫോട്ടോ, ഇവന്റെ ആധാറിന്റെ ഫോട്ടോ കോപ്പി, ഇവന്റെ 2 ഫോട്ടോ. പിന്നെ വേണ്ടത് ലൈസൻസ് ആണ്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ അല്ല, ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ടുപോകും. അപ്പൊ അവരത് നോക്കിയിട്ട് ഇതിൽ നമ്മുടെ ലൈസൻസ് നമ്പറും കൂടി അവിടെ എഴുതു. പിന്നെ അവരുടെ ഒരു സൈനും കൂടി അവർ ചെയ്തിട്ട് ഡീറ്റെയിൽ ഒക്കെ നോക്കിയിട്ട് എവിടേക്കാ പോകണം എന്നുള്ളതൊക്കെ നമ്മൾ തവാങ്ങാളത്തോടെ നമ്മളത് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് അതൊക്കെ എടുത്ത് അത്രമാത്രം പണിയുള്ളൂ. വലിയ ചൊറയായിട്ടൊന്നുമില്ല അല്ലെ, വലിയ ചൊറയില്ല. അപ്പൊ ഞങ്ങൾ നാഗാലാൻഡിൽ കയറിയിട്ട് അരുണാചലിൽ കയറിയിട്ട് ഫസ്റ്റ് കാണുന്ന കാഴ്ചകളാണ് ഈ കാഴ്ചകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഗ്രാമമാണ്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് വളരെ സിമ്പിളായിട്ട് ILP എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുവാണ്. ILPനെ കുറിച്ച് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. ഈ റോഡൊന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് വളരെ കടകടയാണ് റോഡ്, കുറച്ചും കൂടി ദൂരം പോകണം എന്നാ പറഞ്ഞു. ഈ റോഡൊന്ന് മര്യാദക്ക് റെഡിയാവാം. എന്തത് എന്താ പറഞ്ഞത്, ഒരുപാട് എഴുത്തുകൾ കാര്യങ്ങളൊക്കെ. ഒരു ഫ്ലാഗ് ആണല്ലേ ഇത്? ഇത് എന്താ ബുദ്ധിസ്റ്റിന്റെ അല്ലെ, ആ ഒരു ടൈപ്പിലാണത്. അത് കൊള്ളാം അല്ലെ, നല്ല രസം. മുളയിലാണ് അത് ഉണ്ടാക്കിയുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ എത്രാമത്തെ
സംസ്ഥാനത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 9ാമത്തെ സംസ്ഥാനം. അതിൽ കേരളം അടക്കം ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് 9ാമത്തെ സംസ്ഥാനത്തിലൂടെയാണ്. നല്ല റോഡ് എത്തിട്ടോ. നല്ല റോഡ്. ഇതെന്താ ടെമ്പിളാ? ബുദ്ധിസ്റ്റിന്റെ അല്ലേ? ഓ മൈ ഗോഡ്. അങ്ങനെ ഞങ്ങൾ തവാങ്കിലേക്ക് പോവുകയാണ് മക്കളെ. നമുക്ക് ഷെയർഗോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത്. ഇവിടുന്ന് 88 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് കുക്ക് ചെയ്യണം. ഞങ്ങള് രാവിലെ തൊട്ട് ഈ നേരം വരെ ആകെ കഴിച്ചിട്ടുള്ളത് ഇപ്പോ ആ ചായക്കടയിൽ നിന്ന് കുടിച്ചിട്ടുള്ള ചായയാണ്. വേറെ ഒന്നും ഞങ്ങൾ കഴിച്ചില്ല. ഒന്നിലേറെ ഞങ്ങള് ഈ ഒരു ILP കാര്യങ്ങൾ അരുണാചൽ കയറട്ടെ എന്നിട്ട് വേണം കുക്ക് ചെയ്യാന്നൊക്കെ കരുതിയിട്ടാണ്. എന്തൊരു ശാന്തത അല്ലേ റോഡൊക്കെ. ഓ ഇതുവരെ പോകുന്ന റോഡുകളെ പോലെയല്ല ഈ റോഡിൽ പോകുന്നപ്പോ എന്താ ആരുമില്ല. ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നില്ല അതേപോലത്തെ ഫ്ലാഗുകൾ. എന്തെങ്കിലും അതൊന്നും ഇപ്പൊ ഇല്ലല്ലേ. ഇപ്പൊ ആകെ ചെളിയായില്ലേ. അതെ. ഓ മക്കളെ, അരുണാചൽ പ്രദേശിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചെങ്ങൈമാരെ നിങ്ങളെ കാണുന്നില്ലേ ഈ കാഴ്ച? ഇതിലെ പുതിയ പാലത്തിന്റെ പണി നടക്കുകയാണ് അല്ലെ. ഫുള്ളായിട്ട് ഇരുമ്പ് കൊണ്ടൊക്കെ നല്ല സെറ്റാക്കി ദമ്മിലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുപോലത്തെ സ്ഥലം കണ്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലെങ്ങനെ കയറി അവിടെ ചെറിയ പഴയ പാലമുണ്ട്. അപ്പൊ ഇതിന് ചിലപ്പോ ടെന്നേജ് പാസ്സാവുണ്ടാവില്ല. അതിലായെങ്കിൽ ഇതിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവാം. ഉണ്ട്. ഇത് പറ്റ ചെറിയ പാലാണ്. ഇതിൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാ പാലാളി അത്. ഓഹോ അടിപൊളി അടിപൊളി. ഓ കാട്ടുചോലയുടെ മുകളിലൂടെയാണ് ഞങ്ങൾ പോയത്. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നാലാന ഭാഗത്തും നമ്മളുടെ റോഡിന്റെ പണികൾ നടക്കുന്നത് കാണുമ്പോ തന്നെ ഒരു വൈബ് ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഇപ്പത്താ നോക്കണ്ട, ഇനി വരുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമായ വഴികൾ ഉണ്ടാവുമല്ലോ. പിന്നെ എത്ര ആൾക്കാരൊന്ന് പണിയെടുക്കണേ. കമ്പി ഇട്ടാണ് അതിന് മേലെ കോൺക്രീറ്റ് ചെയ്യാനാ. നടക്കട്ടെ. മുമ്പ് പോകുന്നവർക്ക് ചിലപ്പോ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവല്ലോ ഈ പാലത്തമ്മടെ. ശരിയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പാലങ്ങളൊക്കെ ഞാൻ കാണിക്കണം. നമ്മുടെ വീഡിയോ കാണുന്നവരില് മുമ്പ് ഇതുവഴി പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇത് കാണുമ്പോ ഒരു അത്ഭുതമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയോ എന്നുള്ളതൊരു അല്ലേ. അപ്പൊ ഇതിലൊക്കെ നോക്കാം, മലനിരകൾ നോക്കാം. എന്നാ മലകളാ. എല്ലായിടത്തും ഫ്ലാഗുകള്, അതായത് ഇവരുടെ ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളാണ് അല്ലേ. അവിടുന്ന് അങ്ങോട്ട് പോന്നിട്ട് പിന്നെ റോഡിന് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാല് ചെറിയ ജഗടയൊക്കെ ഉള്ളൂ. ചെറിയ ജഗടയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്ര വലിയ പ്രശ്നമില്ല. ഇവിടെ ഒരു മണ്ണിടിച്ചിലിന്റെ സിഗ്നലൊക്കെ ഉണ്ട്, കാണിക്കുന്നുണ്ട് കേട്ടോ റോഡില്. അതിന് പറ്റിയ ഏരിയ ആണ്. വഴി നോക്കാൻ പോണിത്. അത് മോനെ ഒരു മലം, ഒരു പർവ്വതത്തിന്റെ ഒരു സൈഡ് കൂടെ വെട്ടി റോഡാക്കിയാണ്ടല്ലേ. ഇവിടുന്ന് അപ്പുറത്ത് നോക്കുമ്പോ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശം, കാട്, മല, കുന്ന്, വെള്ളച്ചാട്ടം. ഓ അതിന്റെ കൂടെ തണുപ്പ് കാറ്റും കൂടി, തണുത്ത കാറ്റും കൂടി വരുന്നുണ്ട്. അതും കൂടി കിട്ടുമ്പോ കിട്ടുന്ന അത്. ഓ ഗായ്സ്, ഞങ്ങള് മേലേക്ക് കയറിക്കൊണ്ടിരിക്കോട്ടെ. ഇതൊരു ചുരമാണ്. അല്ലടാ ചുരമാണ് മക്കളെ, ചുരമാണ്. ചിലയിടങ്ങളിലൊക്കെ റോഡിന് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, റോഡ് പക്കയാണ്. ആ വളവില് ആ പാലം ഉണ്ടാവില്ല അവിടെ അല്ലേ. അപ്പൊ പറയുമ്പോ ആ പാലം മാത്രം അവരുണ്ടാക്കിട്ട് പിന്നെ രണ്ടാമത് മണ്ണ് അവിടെ കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ അവിടുന്ന് ആകെ ഇറങ്ങുമ്പോ കേറുമ്പോക്കെ നമുക്ക് ഒരു പിച്ചൗട്ട് വരാണ്. ഒരു 50 കയറിയ മരിക്കറി വരാണ് അവിടെ. കോറി വേസ്റ്റ് അങ്ങനെ. അപ്പൊ അങ്ങനെ പൊളിക്കണം ആ ഭാഗം. അപ്പൊ ഇനി അവിടെ ശരിക്കും നല്ല രീതിയിൽ ടാർ ചെയ്താലും പ്രശ്നമില്ല. ഏതായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. നമ്മളെ വാഴയൊക്കെ കാണണ്ടോ അവിടെ. വാഴ കണ്ടാ. ഇത് നമ്മുടെ സാധാ കൊലയാവില്ല, വേറെ കൊലയാണ്. നാഗല അരുണാചൽ കൊലയാണത്, കേരള കൊലയല്ല. ഓ ഗൈസ്, അത് കണ്ട ഞങ്ങള് വണ്ടി ഇവിടെ നിർത്തട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ശരിക്കും കാണിച്ചു തരാട്ടാ. ഇവിടെ നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാം അല്ലേ. പാത്രങ്ങളൊക്കെ ലാൻഡ് സ്ലൈഡിങ് ആണല്ലേ. ആ മണ്ണിടിച്ച് സംഭവിച്ചതാണ്. ആ ഒരു ഭാഗം ഫുള്ള് പോയിട്ട് ഇപ്പം എന്തോ നെറ്റൊക്കെ കെട്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്തേക്കുവാണ്. അതെ. ഓഹോ, ഇതിൻ്റെ അപ്പുറത്ത് ഭൂട്ടാനാണേ. ഇതാണ്ട് ഇവിടെ എന്താണ് എന്തൊക്കെയാ ചെയ്യണേ.
സുക്ക ബ്രിഡ്ജ്. അത് ബ്രിഡ്ജിന് പേര് കാര്യങ്ങളൊക്കെ ആരുമില്ല കൈസ് ഇവിടെ, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഓരോ കുക്കറും കൊണ്ട് ഞാനത് വേറെ ആരുമില്ല. ഓ നല്ലൊരു ഇടിയിൽ ഇടിഞ്ഞല്ലേ. ആ ചോലയൊക്കെ അല്ലേ, വെള്ളം എടുക്കണം അല്ലേ, അതിന് തുറക്കണ്ടേ ഫുള്ള്. ഇനിയും ചോല ഒഴുകുന്നുണ്ട്, ആ ഒരു ചോലയിലേക്കാണ് ഞങ്ങൾ പാത്രം കഴുകാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല ചോല വെള്ളമാണ് നമ്മൾ കുക്കിങ്ങിന് വേണ്ടി എടുക്കുന്നത്. നല്ല ചോലയാണ് കേട്ടോ, വെള്ളം കണ്ടോ ചാടുന്നു. കുളിക്കാനും കുടിക്കാനും വണ്ടി കഴുകാനൊക്കെ പറ്റും കേട്ടോ. വണ്ടി കഴുകാനൊക്കെ പറ്റിയ പക്ഷേ നല്ല സ്പോട്ടാണ്. പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്തേക്ക് മേലേക്ക് എടുക്കലേക്ക് പോയിട്ട് നെറ്റ്വർക്കുള്ളൊരു ഏരിയയിൽ നിൽക്കാം. അതാകുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് സൗകര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ തോന്നും. പുതിയ പാലമാണ്. എന്താ അവസ്ഥ? വെള്ളം നല്ല തണുപ്പാ ഉണ്ടല്ലേ? കല്ലാങ്കരിയോ മീനോ? ആ വെള്ളം നമുക്ക് അതിൽ നിൽക്കല്ലേ കുടിക്കാം. ആ ഗൈസ് ഇവിടെ 2 ഭായിമാരുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഈ വെള്ളത്തിനെക്കാട്ടി നല്ലത് ഈ വെള്ളമാണെന്നാണ്. ഈ വെള്ളമാണ് അവരും തന്നെ കുടിക്കുക. അവർ കുടിക്കുന്നത് ഈ വെള്ളമായിട്ടാണ്. അവർ അപ്പോൾ ഈ വെള്ളം എടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുടിക്കാൻ വേണ്ടി പറ്റും. നല്ല വെള്ളമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളം എടുക്കാൻ പറയുന്നത് ഇതെടുക്കണേ നമ്മൾ ബക്കറ്റ് വേണ്ടി വരും അല്ലേ? ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഒരു ബക്കറ്റ് വെള്ളം നയിച്ചെടുക്കാം. എണ്ണ വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ്. വണ്ടി ചെറുതായിട്ട് തുടച്ചാൽ ചെറുതായിട്ട് പറഞ്ഞാൽ ഈ ഗ്ലാസ്സുകളൊക്കെ ഒന്നേ ഒരു പൊടിയൊക്കെ ഒന്ന് പോയിക്കോട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ കഴുകണം. ആ ഒരു ചെറുമട്ടത്തിൽ തുടച്ചപ്പോൾ തന്നെ ഒരാശ്വാസം ഉണ്ട് അറിയാം. വണ്ടിക്കൊരു സുഖം കിട്ടിയേക്കും തണുത്ത വെള്ളം ചെന്നപ്പോൾ. പിന്നെ ബ്രഷ് ചെയ്തില്ലല്ലോ? ബ്രഷ് ചെയ്തില്ല, ബ്രഷ് ചെയ്യണം. അവിടെ ഉണ്ട് ബ്രഷ്. ഓ ഗായ്സ് ഞങ്ങളിപ്പോൾ സമയം എത്ര ആയാലോ? 12 മണി കഴിഞ്ഞില്ലേ? 12 മണിയൊക്കെ ആയിരിക്കും. അവരൊക്കെ ഭക്ഷണം കഴിക്കണേ. അതല്ല ചിക്കൻ കറിയും കൂട്ടിയെല്ലാം അടിച്ച്. നമ്മുടെ കയ്യിൽ ചിക്കൻ ഉണ്ട്, ഇതായിട്ടൊന്നും കാട്ടിയില്ല. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ബ്രഷ് ചെയ്തിട്ട് വരാം. അവിടെ പോയി ബ്രഷ് ചെയ്യട്ടെ. നമ്മൾ നിന്ന ചോല അവിടെയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പോന്നപ്പോഴേ ഇവിടെ കണ്ടിട്ട് ഒരു ചോല ഇങ്ങനെ ചെറുതായിട്ട് ചാടി വരുന്നു. കുറച്ചും കൂടി പോന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒഴിഞ്ഞൊരു പഴയൊരു ഹോട്ടൽ അല്ലേ? ഇവിടെ മറ്റേ എന്താ പറയുക ഹുമ്മാനി പത്മിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അവരുടെ മന്ത്രങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെറിയൊരു ഹോട്ടൽ, അതൊക്കെ മുളയാട്ടോ ഗൈസ്, മുള കൊണ്ടും ഷീറ്റ് കൊണ്ടും ഉണ്ടാക്കിയുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കുക്കിംഗ് ആദ്യം ചായ വെച്ചിട്ടുണ്ട്. ഈ നേരം വരെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ചായയും പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? അത് പിന്നെ ചിക്കൻ നമ്മൾ രാവിലെ വാങ്ങിയത്. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ തുടങ്ങി കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് എവിടെയെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ റേഞ്ചില്ല, ഒരു തുള്ളിയില്ല. ഞങ്ങളെ വിളിച്ചാലൊന്നും കിട്ടൂലായിരിക്കും. ഇല്ല, നമ്മൾ നോട്ട് കവറേജ്. താങ്കൾ വിളിക്കുന്ന വ്യക്തിയെ വെക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ആൾ താമസം വല്ലാതില്ലല്ലോ. ഇവിടെ നിന്നൊക്കെ നേരത്തെ തടി കഴിച്ചിലാക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ആകെ പണിയാകും. മണ്ണിടിച്ചേണ്ട ഏരിയ ഇതൊക്കെ അല്ലേ? ചോറ് എന്താണ് വയസ്സ്? ചോറായിട്ടോ? അപ്പം ചിക്കനും കൂടി ആയാൽ ഉഷാറായി. നമുക്കാണെങ്കിൽ ഇവിടെ നേരത്തെ ഇവിടെയൊക്കെ വേഗം ഇരുടോ അവിടെ. ഇപ്പം ഇങ്ങനെ നോക്കണ്ട കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ ഇരുടാവും. സൂര്യൻ പോവും. സൂര്യൻ സ്ഥലം കാലിയാക്കും. അപ്പോഴേക്ക് നമ്മൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. ഇവിടുന്ന് പോയിട്ട് ഇന്നൊക്കെ ഇപ്പം എവിടെ നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഒരു ഐഡിയ ഇല്ല. അരുണാചലിപ്പം മേഘാലയയിൽ നമുക്ക് തോന്നി കൊടുത്ത് കിടക്കുകയാണ്. ഇവിടുത്തെ എങ്ങനെയാണോ അറിയില്ല. ഇങ്ങനത്തെ ഇതല്ലേ, മലകളെ ഏരിയ അല്ലേ? അതന്നെ സ്ഥലമല്ലോ. അല്ല അവിടെ അങ്ങനെ തന്നെയാണ് മലകൾ. പക്ഷേ അല്ല അവിടെ നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ഐഡിയ കിട്ടാനായിട്ടില്ല. കിട്ടും അല്ലേ? കിട്ടണല്ലോ. കിട്ടിയില്ലെങ്കിൽ മോശമാണ്. തക്കാളി എന്നൊക്കെ നല്ല പൗപ്പായിക്കണ്ടേ? തക്കാളിയൊക്കെ തണുപ്പെന്ന് പോകുന്നേ. ഇനിയിപ്പോൾ ഇവിടെ അരുണാചലിലും തണുപ്പ് തന്നെ ആയിരിക്കും. രാത്രിയെല്ലാം തണുപ്പാണ്. 2 ഭായിമാർ നമ്മൾക്ക് വരുന്നില്ലേ? ഒരു ഭക്ഷണം കഴിച്ചിരുന്നു. ഒരു പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ് രാത്രിയിൽ. ഏതായാലും ഇപ്പോൾ കണ്ടറിയാം എന്താവുന്നുള്ളത്. തക്കു പോട്ടെ. ചിക്കൻ മസാല അല്ലേ? ചിക്കൻ അരുവിലിട്ടാണ്ടുള്ള പരിപാടിയാണ്. ഒക്കെപ്പാടെ കൂട്ടിയിട്ട് ഒക്കെപ്പാടെ അരുവിലിട്ടിട്ട് ഇത് കുറച്ച് ഗരം ഒരു അരുക്കളി
വെച്ചോക്കെ ഇതുവരെ കളിച്ചിട്ടില്ല നമ്മൾ. ഉണ്ടാവുന്ന കരുതണം ഇല്ലെങ്കിൽ എന്താ മഞ്ഞൾ അല്ലേ മഞ്ച വേഗം വേണ്ടിട്ട് അതാണ് വേണ്ട അല്ലേ. ബന്ദ് ചെയ്യാൻ വേണ്ടി പോകും. ദമ്മായിക്കോട്ടെ. കറി കഴിക്കണ്ട. കറി എന്താ കറി ആയിട്ട് തന്നെ കുറച്ച് കറി ഉണ്ട് കേട്ടോ. കുറച്ച് കറി ഉണ്ടായിക്കോട്ടെ. ചോറ് തിന്നു വെച്ചിട്ട് വെച്ചാ എന്ന് കരുതി വേവിച്ചാന്നിട്ടൊന്നുമില്ല. നല്ലോണം വേവിച്ചിക്കണം. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ സാധനത്തിന് പെരും ടേസ്റ്റാ. കമ്പനി ഏതാ? അച്ചൂസാ എന്തൊക്കെയാണ് ഓക്കെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പലയിടങ്ങളിലും പണി നടക്കുക. അതായത് ഇവര് ഈ മണ്ണടിച്ചലിനെ തടയാൻ തോന്നുന്നല്ലേ നെറ്റിട്ടാണ്ടാണ് പടുത്ത് ഉയർത്തുന്നത്. ഒരുപാട് പേരുണ്ട് വെള്ളം കേട്ട് ചാടാക്കാനേ. അതെ അതെ. ഇത് ഒന്നായിട്ട് പൊളിഞ്ഞാടുന്ന ഏരിയ ആണ് ഇതൊക്കെ. എന്താ പൊളിഞ്ഞാടുന്ന ഏരിയ ആണ്. ഇതിന്റെ പടവ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. പടവ് നല്ലൊരു. പിന്നെ ആ സൈഡിക്ക് നോക്കാം. എന്നാ ആ സൈഡത്തെ വ്യൂ രക്ഷയില്ലാത്ത വ്യൂ. പെട്ടെന്നൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. അതിലെ നോക്കി ഡ്രൈവ് ചെയ്ത താഴത്തേക്കാട് പോകും. അതിൽ കൂടെ ഇപ്പൊ ഞങ്ങൾ പോന്നോ. റോഡ് റോഡ് കണ്ടോ? റോഡ് കണ്ട്. നല്ല വൈബ് ഉണ്ട് ഇതിലെ പോവാൻ. നമ്മൾ ഡെയിലി വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് കൊണ്ടല്ല ഡെയിലി വീഡിയോ ഇല്ലാത്തത്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. നെറ്റില്ലേ ഇവിടെ എന്റെ ഫോൺ കൂടിയില്ല. മക്കളെ നല്ല വ്യൂ അല്ലേ? സൂപ്പർ വ്യൂ. ഏട്ടനൊക്കെ ഇറങ്ങിട്ട് ഫോട്ടോ എടുക്കാണ്ട് കണ്ടിട്ടേ കണ്ണ് തള്ളണ കാഴ്ചയാണ് കാണുന്നത്. എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. ഇപ്പുറത്തുണ്ടാവില്ലല്ലോ. ഒരു വരവൊക്കെ ചിലപ്പോ വരാൻ പറ്റുള്ളൂ. ആ വരവിലൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാ. നോക്കാം. മക്കളെ മുന്നിക്ക് കാണുന്ന കാഴ്ച കണ്ടങ്ങള് എന്നോടത്. ഞങ്ങളിപ്പോ കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങാണ് പോലെ. വ്യൂ ആടാ. ഓ സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. അടിപൊളി അടിപൊളി. സെറ്റാണോ പറയല്ല മോനെ. മലനിരകളും എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഞാൻ താഴത്തേക്ക് അങ്ങനെ പോവാ. താഴത്തേക്ക് ഇറങ്ങി. അപ്പൊ ഒരു മല കയറി നമ്മൾ ഇറങ്ങി അല്ലേ? ഓ താഴത്തേക്കാണെങ്കിൽ സ്പീഡിലും അല്ല പോകുമ്പോ അല്ല. കാരണം നല്ല ടേണിങ് വരും. വണ്ടികളുണ്ട്. അവരവിടെ നല്ല കയറ്റം കയറിയാൻ വരുന്ന കയറ്റായതുകൊണ്ട് ശ്രദ്ധിച്ച് പോകാം. പോകുന്ന വഴിയിൽ നിർത്തിയതാണ്. കാരണം എന്താ വെച്ചാൽ ആ മലനിരകളുടെ ഇടയിൽ വേറെ എവിടെയില്ല. അവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് വീടുകൾ. അത് ചെറിയൊരു ടൗൺ ആണെന്നൊക്കെ തോന്നുന്നു. പിന്നെ ഒരു നെറ്റ്വർക്കുള്ള ഒരു ഏരിയ കേട്ടോ. നമ്മൾ അങ്ങോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആ ടൗണിക്ക് ടൗണ് അവിടെ ഗ്രാമം ഒരു വില്ലേജാണ് അല്ലേ? അങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണും. ഏകദേശം നോക്കങ്ങായിച്ച് മോനെ ടെർമിനലിനോ അതെന്താണോ പറയാം. അത് ഇതിനൊക്കെ ഞങ്ങൾക്ക് ഒരു പാൻറ്റും ഷർട്ടും പാടെ തന്നിരുന്നത്. കുറച്ച് അവിടെ നിൽക്ക് ഇങ്ങോട്ട് ഒരു കയറിയല്ലേ. ഒരു പാൻറ്റും ഷർട്ടും. അപ്പോൾ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നുമ്മക്ക് പറ്റി. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ചൂടുണ്ടല്ലോ പുറത്തേക്ക് പോവാതെ ശരീരം ഹീറ്റായി വെക്കാൻ സഹായിക്കും. ഇതിന് മേലെ അതായത് നമ്മൾ ഒരു തണുപ്പിന് വേണ്ടി ഒരു ജാക്കറ്റ് നല്ല കട്ടിങ് കനല്ല ഒന്നിടുന്നതിനെക്കാട്ടും നല്ലത് ഒരു ലെയറായിട്ട് പുറത്തുള്ള ആളുകളൊക്കെ പറയാം. അതായത് ഒന്നോ
അത് കനം കുറഞ്ഞത് 1, 2, 3 കിട്ടാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ചൂട്. നമ്മുടെ ശരീരത്തിന്റെ ചൂട് തന്നെയാണ് നിൽക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സുഖം. അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞ് പോന്നപ്പോഴേ സംഭവം ചെറിയ ടൗണ് പോലത്തെ ഒരു ഏരിയയൊക്കെ ഇവിടെ ഹോട്ടലുകളുണ്ട്, അതുപോലെ തന്നെ ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ ഇത്രയും ദൂരം പോകുന്നിട്ട് നമ്മൾ പെട്രോൾ പമ്പ് കണ്ടിട്ടില്ല കേട്ടോ. പമ്പ് കണ്ടിട്ടില്ല, പെട്രോൾ പമ്പ് കണ്ടില്ല. ഏതായാലും നമ്മൾ ഇന്നലെ ഒരു 10-2000 എണ്ണം അടിച്ചുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത പമ്പിൽ നമ്മൾ കയറും വേണം. നമ്മളപ്പോൾ ആ ഒരു പർവ്വതം ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അതിൻ്റെ മേലൊക്കെ ആദ്യം അവിടെ നിന്ന് കയറി പിന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോന്നു അല്ലേ. വെൽക്കം ടു കലാട്ട അല്ലേ. നല്ല ഗൈറ്റൊക്കെ ഉണ്ട് കേട്ടാ. സെറ്റപ്പാ പക്ഷെ നമ്മളതിലല്ല, നമ്മൾ ഇതിലാണ്. നമ്മളിതിലാണ്. നമ്മള് ഗേറ്റിൻ്റെ കൂടെ നമ്മളിതിൽ എങ്ങനെ തിരിയും. നമുക്ക് കാശ് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എണ്ണ ചോദിച്ച് പെട്രോളില്ല. അപ്പൊ ഇനി എത്ര കിലോമീറ്റർ കണ്ടു ചോദിച്ചു. 37 കിലോമീറ്റർ, 1 മണിക്കൂർ റണ്ണിങ്. അതോ പറഞ്ഞു 1 മണിക്കൂർ നല്ല റണ്ണിങ്. അത് 37 കിലോമീറ്റർ ആണ് ഈ ഹിൽ സ്റ്റേഷൻ. ഫുള്ള് സെക്കൻഡ്, തേർഡ് ഒക്കെ പോകാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു എന്താ പറയാ ടോപ്പിൽ പോകാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ പോകുന്ന ടോപ്പിലാണ്. ഇപ്പൊ കഴിഞ്ഞു ടോപ്പ്, തേർഡ് ഇടേണ്ടി വന്ന് അല്ലേ. അവിടെ ഒക്കെ സുന്ദരമായ കാഴ്ച. സൂര്യാസ്തമയാകാനായിട്ടോ ഇവിടേക്ക് വെളിച്ചം പോയി തുടങ്ങി. അപ്പൊ ആ കാണുന്ന കുറച്ച് പൊട്ടും കൂടി ഉള്ളൂ, ഇനി ഉണ്ടാവില്ല. കഴിഞ്ഞ് ഓ ഗൈസ്, അരുണാചലിൽ നല്ല മഴയാണ് ട്ടാ. മഴ പെയ്തു ഗൈസ്, മഴ പെയ്തു. ഒരു മഴയില്ല എന്നൊക്കെ കരുതി പോണോട്ടൊന്നും കാര്യമില്ല. മഴ ഇവിടെയൊക്കെ ഏത് നിമിഷം മഴ പെയ്യണ സ്ഥലാ. നമ്മളാദ്യമായിട്ട് വരുന്നേ. അതെ, മഴ പെയ്ത് പോയി ചോർന്നു അല്ലേ. കുറച്ചേരം ഉള്ളു ഉണ്ടായത്. മഴ തന്നെയാണല്ലോ, കുറച്ചാണെങ്കിലും അല്ലെങ്കിലും. പിന്നെ ബുദ്ധനല്ലേ, അതൊരു ടെമ്പിള് പോലെയാണ് അല്ലേ. അവര് കല്ലിലുണ്ടാക്കിയത്. കല്ലാണേ, കല്ലില് കൊത്തിയെടുത്തുണ്ടാക്കിയതാണ്. നല്ല ഫ്ലാഗൊക്കെ കെട്ടി കാറ്റിന് പറക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരിങ്ങനെ കിട്ടണല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഒരു ട്രാവലിംഗ് മൂഡ് നമ്മുടെ കയറി വരും. ഗായ്സ് അതിലങ്ങോട്ട് കോടയൊക്കെ തുടങ്ങിട്ടാ തുടങ്ങി. നമുക്കിപ്പോ ഇന്നൊരു അധീനം കിട്ടണല്ലോ. കിട്ടണേ. ഓ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഒരു ഇവിടെ ഒരുപാട് ഹോട്ടലുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ്. ഇപ്പം തന്നെ തണുപ്പ് നല്ല കേരളം തുടങ്ങിയില്ലേ. ഈ സാധനമൊന്നും ഇല്ലെങ്കിലേ നടക്കൂലട്ടോ. ഇങ്ങോട്ടൊന്നും വരേണ്ടതൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ നേരത്തെ വാങ്ങണം, ഇല്ലെങ്കിൽ പണിയാവും. ഇപ്പം തന്നെ ആവിയൊക്കെ തുടങ്ങി. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട ഒക്കെ ഇങ്ങനെ മേലെ ആയിരിക്കും. പക്ഷേ എങ്കിൽ എങ്ങനെ അവിടേക്കും വഴിയൊന്നുമില്ല. പക്ഷെ ഇവർക്കൊക്കെ വാഹനങ്ങളുണ്ടാവും. ഇവരുടെ വാഹനങ്ങളൊക്കെ ഇതേപോലെ റോഡ് സൈഡിൽ നിർത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല. നമ്മൾ ചായ പറഞ്ഞേക്കണം. ചായ എന്തായോ ഇതിനൊക്കെ ചെരുപ്പിട്ട് കയറുണ്ടാവോ. ചായ ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടല്ല, ആണോ? എത്തണ്ടേ കാട്ടിക്കൂട്ടേ സോപ്പിട്ടിൽ ഇറങ്ങിയിട്ട് പതിപ്പിക്കല്. ശരി, ഇവിടെ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ നടക്കൂല. ഇവിടെ നടക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നടക്കൂല. അതന്നെ അല്ലേ. നമുക്ക് നൈസായിട്ട് മേലേക്ക് വിട്ടോക്കാം. ടൗൺ കയറ്റാം. പെട്രോൾ പമ്പിൻ്റെ സുഖമാണ്. അത് നമുക്ക് അവിടെ നിൽക്കാം. നിൽക്കാന്ന് വെച്ചാൽ അവിടെ അയക്കോണേ നിൽക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വക്കത്തടയിൽ നിൽക്കാം അല്ലേ. ഓ ഗൈസ്, ഈ റോട്ടിന് ആരുമില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമാണ്. ലൈറ്റ് ഇട്ടാലും ഞങ്ങളെ കാണുള്ളൂ. ജാക്കറ്റ്, ക്യാപ്പ്, ഗ്ലൗസ് എല്ലാം ഇട്ട് ഗ്ലാസ് ഒക്കെ പൊന്തിച്ച് മുണ്ടാതെ കുത്തിരിക്കണ വണ്ടി ആണെങ്കിലോ റോട്ടിൽ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു വണ്ടി ആസാമുകാരൻ. നമുക്കാണെങ്കിൽ ഒരു പെട്രോൾ പമ്പ് ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒരു ഒഴിഞ്ഞ പോക്കറ്റ് റോഡെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേലും കയറ്റിയിട്ട് വണ്ടി സൈഡാക്കിയായിരിക്കും. ഇപ്പൊ എവിടെ കയറ്റിയിട്ടപ്പോ ഈ പോണത്. ഏതായാലും ഇന്ന് കുറച്ച് ദൂരം പോകേണ്ടി വരും. ഒരു ടൗണൊന്നും കാണാനല്ലേ. ഒരു എത്രയോ കിലോമീറ്ററുകൾ, അത് 30 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ
ഒരു പമ്പ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ പമ്പിൽ പാർക്കിംഗ് എടുത്തിട്ട് കാര്യമില്ല, ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. ഇവിടേക്ക് ഇപ്പോൾ നെറ്റ് വന്നിട്ടുണ്ട്, എയർടെലും ജിയോ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ അപ്പുറത്ത് അവിടെ എന്താ ലോഡ്ജ് എന്തോ ഉണ്ട്, ഹോസ്റ്റൽ എന്തോ ഉണ്ട്, അവിടേക്ക് പോകാനാണ്. അവിടെ പോയാൽ അവിടെ നിന്ന് കിട്ടും. അവിടെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അവർ പറയുന്നത്. आपका नाम बोलो. मेरा नाम सोनू. सोनू मैनेजर संगी फ्यूल सेंटर. मैनेजर. ओह, इधर में ज़्यादा कूलिंग. बहुत ठंडा है. ओह, सीजन अच्छे है. सीजन अच्छा है. अभी 4-5 महीना ऐसे चलेगा, फरवरी तक. ओह, मार्च एंड तक. एंड तक. ओह, ओके. ये हमारे കാണുന്നുണ്ടാ? എന്നടാ ആവിയത് തൊള്ളത് പോണ്. ഗൈസ് ഞങ്ങളേ തീ ഇപ്പോൾ ഇതിലങ്ങനെ ഒരു പോയ ഒഴുകുണ്ട്. അത് മതി, ഇനി ഇങ്ങോട്ട് അടിച്ച്. ഓക്കെ, അത് കാണുമൊന്നുമില്ലല്ലോ. കാണില്ല, രാവിലെ കാണിച്ചു തരാം. രാവിലെ കാണിച്ചു തരാം. അതിൻ്റെ അടുത്ത് റോട്ടിൽ നിന്ന് മാറിയിട്ട് വണ്ടി സൈഡാക്കിയാണ്. ഇവിടെ തീ ഇടാനുള്ള പറയില്ല. ആദ്യം പ്ലാസ്റ്റിക് ഇന്നത്തെ മീനുകൾക്ക് അവസ്ഥ ആലോചിക്കുമ്പോൾ ഞാൻ കരയത്തെ ആൾക്കാർക്ക് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണേ കാര്യം. അതെ, പന്തം കത്തിച്ച പോലെയാക്കി കഴിച്ചു ഇവിടെ. നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ എന്താല്ലേ തീ നല്ല കത്താത്തുണ്ട്, നല്ല കത്താത്തട്ടെ. ആൾക്കാരൊക്കെ ഇപ്പൊ പാഞ്ഞു വരും. ആരവിടെ തീ ഇട്ട് വെച്ചാണ്ടേ ഒന്ന് ചൂടായപ്പോ എന്താ സുഖം കരുതിട്ടങ്ങള് പറഞ്ഞ പോലെ. ഏതായാലും ഇന്ന് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പോവാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും തണുപ്പാകുമ്പോഴേ നമുക്ക് വീഡിയോ എടുക്കലും അതും കൂടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ന്, അല്ലേ? ഇന്നിപ്പോൾ നമ്മളോട് കയറിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങൾക്കറിയാം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ കാട്ടുക, ഞങ്ങൾ ഈ റിവർ സൈഡ് നിൽക്കുകയാണെന്ന്, ഇവിടെ നിൽക്കും. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് എവിടേക്കും പോകാമെന്ന് കരുതണം. കൂമനൊക്കെ നല്ല വെളിച്ചത്തിൽ നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടല്ല. എന്താ ഇവിടെയാണ് പോയാ, ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. സംഭവം നല്ല വെളിച്ചണ്ട്, നമ്മൾ കരുതിയ പോലെ ഒന്നല്ല. ഓക്കെ, അപ്പോൾ ചോറിറ്റേയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ വരാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.